ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ടുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് UDF-ൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. KPCC അധ്യക്ഷൻ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ആളായതുകൊണ്ടും VS ജോയി അവിടെ ഈ പഞ്ചായത്തിൽ നിന്നുള്ള ആളായതുകൊണ്ടുമൊന്നും ഈ കാര്യങ്ങൾ മുഴുവനായി സമാഹരിച്ച് ആര്യാടൻ ഷൗക്കത്തിന് കൊണ്ടുപോയി കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ സംഭവിക്കുന്ന ഒരു സാഹചര്യമല്ല നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉള്ളത്. ഇവിടെ കോൺഗ്രസിന്റെ കോട്ടകൾ പൊളിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുമോ എന്ന ചോദ്യം തൃപ്പൂണിത്തുറയിൽ സ്വരാജ് കാട്ടിയിട്ടുണ്ട്. 2016-ൽ കോൺഗ്രസിന്റെ കോട്ടയാണ് സ്വരാജ് അവിടെ പൊളിച്ചത്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ്. ചുരുങ്ങിയ കാലം മാത്രമേ ഇടതുപക്ഷത്തിന് അവിടെ മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന വാദത്തിനും പ്രസക്തിയില്ല. അപ്പോൾ കണക്കുകൾക്കപ്പുറം മറ്റൊരു പോൾ അരിത്തമെറ്റിക് അവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഞാനിവിടെ കാണുന്നത് നിലമ്പൂരിൽ. ഇവിടെ മലയോര ജനതയുടെ പ്രശ്നമാണ് പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞത് എന്നത് ഇന്ന് ഈ വിതുമ്പിക്കൊണ്ട് സംസാരിക്കുന്ന നിർഭരനായി സംസാരിക്കുന്ന PV അൻവർ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളിലേക്ക് ഇമോഷണലി ആളുകളിലേക്ക് ചെല്ലുന്നുണ്ട്. ആ ഒരു കട്ട്സൊക്കെ എന്തായാലും നിലമ്പൂരിലെ സാധാരണക്കാരായ ടാപ്പിംഗ് തൊഴിലാളികളെ കുറിച്ചൊക്കെയാണ് PV അൻവർ പറയുന്നത്. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഒരാൾ സംസാരിക്കുമ്പോൾ 9 കൊല്ലം ഞങ്ങളുടെ MLA ആയിരുന്നില്ലേ, അയാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അയാളെ ഒരു ഗതികിട്ടാ പ്രേതമാക്കി മാറ്റിയ VD സതീശനെതിരായിട്ടുള്ള ഒരു വികാരം ആളുകൾക്കിടയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഈ സാധാരണക്കാരായ ആളുകളിൽ മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പോലും UDF-നുള്ളിൽ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്.